ഈ ആറാട്ടനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പുള്ളി പലതും പറയും, എല്ലാം കുറെയൊക്കെ ആൾക്കാരെ പറ്റി പറയുന്നത്, എന്നെ പറ്റി പറയുന്നത് പിന്നെ നമ്മൾ ക്ഷമിക്കാൻ. പക്ഷെ ചില നടീനന്മാരെ പറ്റി പറയുന്നത് ചില സമയത്ത് അടികിട്ടാൻ സാധ്യതയുണ്ട്. അത് പോസ്റ്റ് രണ്ടും പറയാറില്ല. പക്ഷെ അടികിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളെ പറ്റി പറയുന്ന പോലെ അല്ല. ചില സിനിമ ഒരു ലോബിയിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അന്നെ എപ്പോഴെങ്കിലും തല്ലാം കൊല്ലാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സിനിമ ലോബി പറയുന്നുണ്ട്. കൊല്ലുമെന്ന് ഭീഷണിയുണ്ട്. നീ എന്തോന്നും ചെയ്യാത്തത് ആ മനുഷ്യനെ? ആരാ? ആറാട്ടനെ. മറ്റേ വിഷുവിന് വട്ടം വെച്ചവിടെ. വിഷുവിന് വട്ടം വെച്ചവിടെ. എന്താണ് താങ്കൾക്കെതിരെ ഒരുപാട് ആരോപണം വരുന്നു. താങ്കൾക്കെതിരെ താങ്കളുടെ ആട്ടായതിനെതിരെ കുറെ ആരോപണങ്ങൾ വരുന്നു. എന്തോ സെക്സ് റാക്കറ്റോ ഡ്രഗ് മാഫിയോ ഇവരായിട്ട് ബന്ധമുണ്ടോ? ശരിയാണോ? അതിനെപ്പറ്റി പറയുന്നത് ഇപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ പറയുന്നത്. കാരണം നമ്മള് കൂടുതൽ ഇപ്പോൾ പെമ്പിളാരായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിപ്പോൾ നമ്മളെ കൂടെ എല്ലാ വീഡിയോക്കാർക്ക് അറിയാം. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊണ്ട് വീട്ടിലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ട്രൂ ലെവലാണെങ്കിലും സോഫ്റ്റ്വെയർ ടീച്ചറിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിമ്മയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്ലിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിപ്പ് തന്നെ ഇന്റർവ്യൂ, ഒരു ബൈറ്റ് ക്ലിപ്പ്. താങ്കൾ പല പെണ്ണുങ്ങൾ താങ്കളുടെ ഉടക്കിയല്ലോ. ആദ്യം റിയ, പിന്നെ ശ്രീലക്ഷ്മി, പിന്നെ കന്യകി, ഇവരെല്ലാം ഉടക്കാൻ കാരണം എന്താ? ശ്രീലക്ഷ്മിയൊക്കെ നമ്മള് മറ്റേ അവസാനിപ്പിച്ച ചാപ്റ്ററാണ് അതൊക്കെ ഇപ്പൊ നമ്മള് പറ്റിപ്പോ സംസാരിക്കുന്നത്. പക്ഷെ കണ്ണകി എന്ന് പറഞ്ഞ വ്യക്തി പല കാര്യങ്ങളും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സമയത്ത് നമ്മുടെ ആഹാരം കഴിച്ച് ജീവിച്ച ആൾക്കാരാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് പേയ്മെന്റ് കറക്റ്റായിട്ട് കൊടുത്താണ്. നമ്മുടെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പല കാര്യങ്ങളും പറയുന്നു. 65,000 രൂപ വേണമെന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇല്ലാത്ത കാര്യം എന്താ അവൾ പറയുന്നത്? ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നതിനെ പറ്റി ഇപ്പൊ ഇതിന് മുമ്പിൽ പറയാൻ പറ്റില്ല. എന്നാലും അല്ല, നമ്മള് മറ്റേ അവരുടെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്, മൈൻഡിലുണ്ട്. അത് നമ്മളിപ്പോ പുറത്തു വിടാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മളെ പറ്റി വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തി വീഡിയോ ഇടുന്നതും. പിന്നെ ചില ഞാൻ ന്യൂസ് കണ്ടു, എനിക്കൊരാൾ അയച്ചു തനിക്ക് ഓട്ടിസം ആണ് വന്നിട്ടാണ്. ഓട്ടിസം ഉണ്ടോ? ഓട്ടിസം ഒരു രോഗമാണ്. എനിക്കില്ല. ഇല്ല. പിന്നെന്താ ഉള്ളത്? ഡൗൺ സിൻഡ്രോമാ? ഇല്ല. ഒരു അസുഖമില്ല. അസുഖമില്ല. പനിയും ജലദോഷവും ചുമയൊക്കെ വരാറുണ്ട് സ്വാഭാവികം. ഒരു വയറ്റിളക്കം. അത് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം മനുഷ്യന് വേണ്ട താങ്കൾ ഇപ്പൊ ഒരു ഇമേജ് മാറ്റി പിടിക്കാം. താങ്കൾ കോമാളി ഇമേജ് സീരിയസ് ആവാണല്ലോ. അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സന്തോഷ് വർക്കിയെന്ന് ഞാൻ മിണ്ടാറുണ്ട്, സംസാരിക്കാറുണ്ട് തന്നോട്. പക്ഷെ താനെ വിളിക്കുന്ന ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് വിളിക്കുന്ന മൂത്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരെ അടുപ്പിക്കില്ല. കാരണം പേരെടുത്ത് പറയാം, കിംബോയ്, മനോജ്, അവരൊക്കെ പാവങ്ങളാണ്. പക്ഷെ അവരോട് അടുക്കാത്തത് നല്ലതാണെന്ന് പലരും എന്നോട് വിളിച്ചു പറയുന്നുണ്ട്. കാരണം അതല്ല, അങ്ങനെയല്ല. ഇത് കറക്റ്റായിട്ട് നിങ്ങള് ഒന്നാമത് ഇപ്പോ സിനിമയിലും സീരിയലിലൊക്കെ ചെയ്ത അല്ലല്ല, അവർ കുറച്ച് പ്രശ്നക്കാരാണ്. കാരണം മനോജ് പിന്നെ കാര്യം പറഞ്ഞാൽ തിരിയും ചില സമയത്ത്. ഞാൻ പക്ഷെ ക്യാമറക്ക് മുന്നിൽ പുള്ളിയായിട്ട് ചെയ്യാറില്ല. പക്ഷെ മനോജ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാറുണ്ട്. പക്ഷെ കിംബോയ് എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയല്ല. കാരണം നമ്മുടെ ഞാനൊരു ലൊക്കേഷനിൽ ഞാൻ പറയട്ടേക്ക് ഞാനും പുള്ളിയായിട്ടൊരു സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. സിനിമയില് റിലീസാകുമ്പോണ്ട് ചോല വിസ്കി. അപ്പൊ അതില് ചോല വിസ്കിയുടെ സെറ്റില് കോമഡി ആയിരുന്നു. കാരണം അവൻ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരുപാട് പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഡയറക്ടറോട് പറഞ്ഞു, ഡയറക്ടർ കിംബോയെ മാറ്റാടുന്നു. അതുകൊണ്ട് ആട്ടയത്തൊപ്പം പോയിരുന്നു. എന്റെ ചില സിനിമകളിൽ ഞാൻ ഫേമസ് അല്ലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂലായിരുന്നു. പക്ഷെ ഞാൻ ഫെയിം ആയതുകൊണ്ട് എനിക്ക് ഡയറക്ടറോട് പറയാം. എന്റെ കൂടെ അത് ഞാൻ പറഞ്ഞു. ലിസ്റ്റിനോട് ഞാൻ പറഞ്ഞിരുന്നു. പുള്ളി പറഞ്ഞിട്ടുണ്ടാവും. പുള്ളി ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഉർവശിയാണ് മഞ്ജുവാരിയാണ് നല്ല നടിയാരാ? ഉർവശിയാണ് മഞ്ജുവാരിയാണ്. നീ മഞ്ജുവാരി നിന്റെ ഒപ്പം അഭിനയിക്കുന്ന പറയണ്ടായിരുന്നല്ലോ. കണ്ടാണ് മഞ്ജുവാരിയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന നടി. നേരത്തെ പറഞ്ഞു നിഖില പറഞ്ഞു. രണ്ടുപേർക്കൊപ്പം അഭിനയിക്കണമെന്നുള്ളതുണ്ട്. ക്രഷ് ഉള്ളത് ബേബി നയൻതാര. പിന്നെ നമ്മുടെ സാനിയ ബാബു. അത് സാനിയ ഈയപ്പൻ, ഇത് സാനിയ ബാബു. ഒരു ആരാധനയാണ് രണ്ടുപേരും.
താങ്കളുടെ ഈ പെണ്ണുങ്ങൾ താങ്കളുടെ വീട്ടിൽ വരാനുള്ള കാരണം എന്താണ്? സീക്രട്ട് എന്താണ്? താങ്കളുടെ ഗ്ലാമർ, എന്റെ ഗ്ലാമർ, താങ്കളുടെ വയറാണോ? എന്റെ ഗ്ലാമർ, എന്റെ സ്കിൻ ടോൺ, സ്കിൻ ടോൺ, സ്കിൻ ടോൺ ഗ്ലാമർ അല്ലേ? പിന്നെ വയറാ, മീശ മീശ പിടിക്കണം. ഇതെല്ലാം കാണുമ്പോൾ പെണ്ണുങ്ങൾ വീഴുകയാണ്, പെണ്ണുങ്ങൾ വീഴുകയാണ്. പിന്നെ ക്യാഷ് ഇത് വേറൊന്നുമില്ല. ചില ബോഡി ഭാഗങ്ങൾ വളരെ ചെറുതാവുന്ന